ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണാൻ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അത് ഒരു 1/2 ടേബിൾ സ്പൂണോളം മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പൊടിച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അതും കൂടെ ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് മുരിഞ്ഞ് കിട്ടുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാളയും പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ക്യൂബ് പീസസ് ആക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിക്കൻ ചില്ലിയിലൊക്കെ ഇടുന്നത് പോലെ അങ്ങനെ ആ ഒരു ഷേപ്പിലാണ് ഞാൻ സവാള അരിഞ്ഞത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഞാനിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വറ്റൽമുളക് നന്നായി ഒന്ന് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊക്കെ ചിക്കൻ പൊരിക്കണ മുന്നേ നമ്മൾ അതിൻ്റെ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഈ ഗ്രേവിയിലും കൂടെ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്കൊരു ഒരു തക്കാളി നന്നായി അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.